വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു. ആദ്യത്തെ സംഭവം നടന്ന ഈ സംഭവം പുറത്തു വന്ന ഒന്നാമത്തെ ദിവസം ഞാൻ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഇതാണ്. പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള സംവിധാനമായിരുന്നു അന്വേഷണം നടന്നത്. വിജിലൻസ്, ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ്. അന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു SIT വേണം. അന്ന് SIT രൂപീകരിച്ചിട്ടില്ല. SIT വേണം. എന്നിട്ട് ഈ കാര്യം മുഴുവൻ അന്വേഷിക്കണം. അന്വേഷിച്ച് ആരാണോ കുറ്റവാളി അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ല, ആരായാലും. അത് കൃത്യമായിട്ട് അന്നേ പറഞ്ഞു തന്നെയാണ്. ഇന്നും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഞങ്ങൾക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ ആ നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. ഇനിയും ആ നിലപാട് തന്നെ സ്വീകരിച്ചു. അവരാരോപണത്തിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ആടെ ഞങ്ങൾക്ക് അതിൽ ഭയമൊന്നുമില്ല. അതുകൊണ്ട് ഇത്തിരി കാര്യം ഞാൻ പറയും. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഞങ്ങളല്ല. ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും സംരക്ഷിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. പത്മകുമാറിനെയും സംരക്ഷിക്കുന്ന പ്രശ്നം ഞങ്ങൾ ഒരു തരത്തിലും ഉന്നയിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. നിലപാട് സ്വീകരിക്കും കൃത്യമായിട്ട്.